ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ചധികം ദിവസമായി വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോഴേ അറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണേ. പെട്ടെന്ന് വരേണ്ടി വന്നു. അപ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻ നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. സാറ്റർഡേ സൺഡേയ്സ് പിന്നെ അല്ലാതെ എന്തെങ്കിലും ഹോളിഡേയ്സിലൊക്കെയാണ് നമുക്ക് ക്ലാസ് എടുക്കാമെന്ന് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, എനിക്ക് ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൽ പോകണം. അപ്പോൾ കുഞ്ഞിനെ ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞും ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്താക്കിയിട്ട് പോകുന്ന അച്ഛനും ഉണ്ട്. അപ്പം കുഞ്ഞും കൂടി ഉള്ളപ്പോഴേ അവർ രണ്ടുപേരും കൂടെ കളിച്ച് നടന്നോളൂമല്ലോ. അപ്പോൾ അങ്ങനെ അവരെ രണ്ടുപേരെ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ രാവിലെ അവരും വന്നിട്ടുണ്ട്. അവർ എല്ലാവരും കൂടെ മുറ്റത്തൂടെ നടക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാനും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നേ. തുണിയൊക്കെ കഴുകി വിരിച്ചിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ പോകാനായിട്ട് തയ്യാറാവണം. അപ്പോൾ രാവിലെ ചുമ്മാ തലേദിവസം മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി. നമ്മുടെ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചൂടുണ്ട്, എന്നാലും മഴയുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വെച്ചാൽ മെസ്സേജൊക്കെ അയക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ചമ്മലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാവരുമായിട്ട് പെട്ടെന്ന് തന്നെ കമ്പനിയായി. ഇപ്പോൾ നിലവിൽ നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ 5 പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയൊക്കെ ആയിട്ടോ. ഇനി എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ഈ പോണ കക്ഷീനെ ഒന്ന് ശാന്തമായിട്ട് ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം എനിക്കൊന്ന് പോകാനായിട്ട്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം എവിടെയെങ്കിലും പോകാൻ റെഡിയാകുമ്പോൾ ഇപ്പം ഞാനും വരാമേ എന്നുള്ള ഒരു ഡയലോഗാണ് കേട്ടോ. പിന്നെ കരച്ചിലായി, സങ്കടം പറച്ചിലായി. അപ്പോൾ മൊത്തത്തിൽ എനിക്കും അങ്ങോട്ട് മൂഡ് പോകുവേ, സങ്കടമായിരിക്കും പിന്നെ പോകുമ്പോഴേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ രാവിലെ നല്ല ഹാപ്പി മൂഡിലാണ്. പൊന്നു ചേച്ചി വന്നതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ അങ്ങ് ഓടി നടക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ മക്കൾക്ക് പിന്നെ എപ്പോഴും മണ്ണ് വാരിയാൽ മതി കേട്ടോ. അപ്പോൾ അത് 3 പേരാണെങ്കിലും കറക്റ്റാണ്. മണ്ണ് വാരി അത് പുറത്ത് കളയുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നടക്കല്ലേലും ഒക്കെ വാരി വയ്ക്കുക, ബോളിനകത്ത് ഫില്ല് ചെയ്ത് വെക്കുക, ഇതൊക്കെയാണ് മെയിൻ ഹോബീസ്. അപ്പോൾ ഇന്ന് രാവിലെ അച്ഛൻ ചെറിയ ചെടിയൊക്കെ പുല്ല് കിളുത്ത് വരുന്നുണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കളയുമായിരുന്നു. അപ്പോൾ ആ കൂടെ ഇവളുമാർ രണ്ടുപേരും കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട്, ചെടിയൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇപ്പോൾ റെഡിയായി പോകാൻ സമയമായിട്ടോ. പിന്നെ ഇതിൻ്റെ കണ്ണ് വെട്ടിച്ചൊന്ന് പോകണമല്ലോ, അതാണ് ഒരു ടെൻഷൻ. ഇന്നലെ പോയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടൊരു മൂകാവസ്ഥയായിരുന്നു, പോകണ്ടെന്നൊക്കെയുള്ളൊരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കിയിട്ട് പോകണം. കാരണം ഒരു ദിവസം പോലും ക്ലാസ് മിസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം മിസ്സായാലും നമുക്ക് പിന്നെ അത് കിട്ടത്തില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ റെഡി ആയിട്ട് വന്നേ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടെ ഇരുന്ന് കാപ്പി കുടിക്കുന്നുണ്ട്. രാവിലെ ചപ്പാത്തി ആയിരുന്നേ. അപ്പോൾ അതിങ്ങനെ റോളാക്കി കൈ പിടിച്ച് കഴിക്കുന്നുണ്ട്. അത് കണ്ടേച്ച് പിന്നെ ടാറ്റ ഉമ്മയൊക്കെ പറഞ്ഞു, എന്തോ പെട്ടെന്ന് ടാറ്റയൊക്കെ തന്നത്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ചാടിപ്പോന്നു കേട്ടോ. എന്നെ വരുമ്പോൾ മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് പോന്നു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ബസ്സിലൊക്കെ കയറിയിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അമ്മ സ്കൂളിൽ പോയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായിട്ടോ. പിന്നെ ഇതാ കോളേജ് വന്നിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൽ നിന്ന് കയറുന്ന വ്യൂ എടുക്കണം എന്ന് ഓർത്തിട്ട് മറന്നു പോയിട്ടോ. തിരക്കിട്ടാണ് ഓടി വന്നതേ. ഇച്ചിരി ലേറ്റ് ആയിരുന്നു. പിന്നെ വന്നപ്പം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, മിസ്സ് വന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് കോളേജും LP സ്കൂളും കൂടെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്കൊന്ന് കറങ്ങി തിരിഞ്ഞു, ക്ലാസ്സിൽ കയറി വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസൊക്കെ പഠിക്കാനുള്ള അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ. അപ്പം അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഏത് കാലത്ത് അവസാനിച്ച പരിപാടികളല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു 10 വയസ്സ് കുറഞ്ഞൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പം ഞാൻ വാഴയിലാണ് ചോറ് കൊണ്ടുപോയത്, ടിഫിൻ ബോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. അങ്ങനെ എല്ലാവരും കൂടെ നല്ല ഹാപ്പിയായിട്ട് പങ്കിട്ട് കഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വർത്തമാനം പറച്ചിലെന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരുമേ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാൾ പരിചയമുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ് പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 3:30 വരെ ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകുന്നേ. അപ്പോൾ പോരുന്നതിന് മുന്നേ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് ഞങ്ങൾ 5 പേര്. പിന്നെ ഇതാണ് ഞങ്ങളുടെ മിസ്സ് കേട്ടോ. അപ്പോൾ മിസ്സ് കൊല്ലംകാരിയാണ്. കൊല്ലത്തുനിന്ന് വന്ന് ഡെയിലി സൺഡേ വീക്കെൻഡ്സിൽ നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നതാണ്. അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. സമാധാനമായി. ഇനി അടുത്ത ദിവസമുള്ള അപ്പോൾ വീടെത്തിയിട്ടുണ്ട്.